വേറിട്ട നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തി ശ്രദ്ധ നേടിയ കോതമംഗലം സ്വദേശി ജോസഫ് പീച്ചനാട്ടിൻ്റെ ചിലവ് കുറഞ്ഞ കോഴിത്തീറ്റ നിർമ്മാണ രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. കോഴി വളർത്തുകാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കോഴിത്തീറ്റയുടെ വിലവർധനയാണ്. ഇതിന് ശാശ്വത പരിഹാരമാണ് ജോസഫ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ കോഴി വളർത്തുന്ന ആൾക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരു പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. ഞാൻ നേരത്തെ കോഴി വളർത്തിയിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും അത്രയും പ്രശ്നം രൂക്ഷമല്ലായിരുന്നു. ഇപ്പോൾ ഇന്ന് കോഴിത്തീറ്റയുടെ വില, മുട്ടയുടെ വിലയും കോഴിത്തീറ്റയുടെ വിലയായിട്ട് യോജിക്കാത്തതുകൊണ്ട് പലരും അതിൽ വിമുഖരാകിയാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ ഒരു വഴിയുണ്ട്. നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള കോഴിത്തീറ്റയുടെ കൂടെ അത് കുറച്ച് കൊടുക്കുക. ബാക്കി നമുക്ക് പ്രകൃതിദത്തമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റ് എന്നുള്ള തീരെ വളിച്ചതും പൊളിച്ചതുമല്ല, അല്ലാതെ നമ്മുടെ കറിയുടെ വേസ്റ്റുകൾ, എല്ലൊക്കെ ഒഴിച്ചുള്ള പച്ചക്കറി അധികം എടുക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഇലകൾ ഇതിന് ഭയങ്കര ഇഷ്ടമാണ് കോഴിക്ക്. അപ്പോൾ പലതരം ഇലകളുണ്ട്. ഇപ്പോൾ ഈ കപ്പളത്തിൻ്റെ ഇല ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ കപ്പളത്തിൻ്റെ ഇല നല്ലതാണ്, ക്യാബേജിൻ്റെ ഇല നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ കിട്ടുന്ന ചില ഇലകളെല്ലാം തന്നെ വളരെ നല്ലതാണ്. അപ്പോൾ അത്തരം സാധനങ്ങൾ നമ്മുടെ പരിസരത്തു നിന്ന് തന്നെ ഇത് സംഘടിപ്പിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തിട്ട് ഈ മെഷീനിൽ, ഇത് അതിനുവേണ്ടി ഞാൻ ഡിസൈൻ ചെയ്തൊരു മെഷീനാണിത്. അതായത് കോഴിത്തീറ്റ മെഷീൻ എന്നാണ് അതിൻ്റെ പേര്. ചെറിയൊരു മോട്ടർ അടിയിൽ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും. എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. വലിയ ഇതില്ല, വെയിറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നമ്മൾ തീറ്റ ഉണ്ടാക്കണമെന്നുള്ളത് കാണിച്ചു തരാം. ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇത് നമ്മളിങ്ങനെ അടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കൈയിടരുത്. ഇതിനൊരു കവറുണ്ട്, ഞാനിപ്പോൾ ഇട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കവറിട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. എന്നാലും എന്തെങ്കിലും കാരണവശാൽ കൈയിടുക മറ്റൊന്നും ചെയ്യരുത്. എന്നിട്ട് ഇത് ഇങ്ങനെ എടുത്തിട്ട് നേരെ കമത്തി കഴിഞ്ഞാൽ ഇതല്ല, ഇത് കോഴിക്ക് കൊത്തി തിന്നാൻ പാകത്തിൽ ഈ സാധനം കിട്ടും. അത് എന്ത് ഇല വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെറുതാക്കി ഇട്ട് കൊടുത്താൽ അവർ ഒറ്റ എണ്ണം ഇല്ലാതെ കംപ്ലീറ്റ് അടിച്ച് തീർത്ത് കളയും. എന്താ ഇത് വളരെ നൈസായിട്ട് എടുക്കാം. ഇത്രയെങ്കിലും മുഴുപ്പത്തിൽ കൊടുക്കണം അതിന്, കാരണം അതൊക്കെ കൊത്തിപ്പറിക്കാനുള്ള ഒരു ഇത് വേണം. അതായത് നമ്മൾ അടിച്ചുകൊണ്ട് വന്ന തീറ്റ ഇതിന് ഇട്ട് പിടിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ മറ്റേ തീറ്റ ഒന്ന് കുറച്ചിട്ട് ഈ തീറ്റ ഇട്ട് കൊടുത്താൽ അതുങ്ങൾ കൊത്തിപ്പറിക്കണം നമുക്ക് കാണാൻ പറ്റും. ഞാനിങ്ങോട്ട് മാറിയാലേ അതുങ്ങൾ വന്ന് തിന്നുള്ളൂ. ഓക്കെ.